ആസാം ഉൾപ്പെടെ കേരളത്തിനൊപ്പം തെരഞ്ഞെടുപ്പ് നടന്ന ഏതാണ്ട് എല്ലാ സ്ഥലങ്ങളിലും പുതിയ സർക്കാരുകൾ അധികാരത്തിലേറി. പുതുച്ചേരിയിൽ നാളെ NDA സർക്കാരിൻ്റെ രംഗസ്വാമി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ നടക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ മാത്രം ഇപ്പോഴും മുഖ്യമന്ത്രി ആരാകുമെന്ന് സംബന്ധിച്ച് ഒരു തീരുമാനവുമായിട്ടില്ല. ആ വാർത്തകളിലേക്കാണ് പോകുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ച ഡൽഹിയിൽ ഇന്നും തുടരുകയാണ്. സോണിയയുടെ വസതിയിലാണ് ചർച്ച നടക്കുന്നത്. KPCCയുടെ മുൻ അധ്യക്ഷന്മാരും വർക്കിംഗ് പ്രസിഡന്റുമാരും യോഗത്തിൽ പങ്കെടുക്കുകയാണ്. ഡൽഹിയിൽ നിന്ന് ദിലീപ് കുറ്റിച്ചൽ വിശദാംശങ്ങൾ നൽകും. ദിലീപ്, 11 മണിക്ക് ആരംഭിച്ച ചർച്ച ഇപ്പോൾ എങ്ങനെ പുരോഗമിക്കുന്നു? KPCCയുടെ മുൻ പ്രസിഡന്റുമാരെല്ലാം ഇപ്പോൾ 10 ജൻപത്തിൽ എത്തിയിട്ടുണ്ടോ? ഇന്നെങ്കിലും ഈ വിഷയത്തിൽ ഒരു തീരുമാനമാകുമോ? ഗൗതം, നിലവിൽ ഇപ്പോൾ KPCCയിലെ മുൻ അധ്യക്ഷന്മാരിൽ എല്ലാവരും 11:30 രാഹുൽ ഗാന്ധിയെ കാണുകയും കൂടിക്കാഴ്ച നടത്തുകയും അതിനുശേഷം തങ്ങളുടെ അഭിപ്രായം പറഞ്ഞിട്ട് ഏകദേശം 4 പേര്, അത് കെ സുധാകരൻ, കെ മുരളീധരൻ, MM ഹസൻ അടക്കമുള്ളവരാണ് ഇപ്പോൾ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയതിനു ശേഷം മടങ്ങിപ്പോയിരിക്കുന്നത്. ഏകദേശം 10 മുതൽ 15 മിനിറ്റ് വരെയാണ് രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തുന്നതിന് വേണ്ടിയുള്ള സമയം അനുവദിച്ചത്. അതിൽ കെ മുരളീധരൻ പറഞ്ഞത് തൻ്റെ അഭിപ്രായം രാഹുൽ ഗാന്ധിയെ അറിയിച്ചിട്ടുണ്ടെന്നും അതേസമയം ജനങ്ങളുടെ പിന്തുണയാണ്, അല്ലെങ്കിൽ ജനങ്ങൾ ആരെയാണോ ആഗ്രഹിക്കുന്നത്, മണ്ഡലത്തിൽ താൻ നടത്തിയ പരിശോധനയിൽ ജനങ്ങൾ ആരെയാണോ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ പേര് ഞാൻ രാഹുൽ ഗാന്ധിയെ അറിയിച്ചതാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. എന്നാൽ കെ സുധാകരൻ മാധ്യമങ്ങളോടൊന്നും പ്രതികരിക്കാതെയാണ് പോയത്. കെ സുധാകരനോട് മാധ്യമപ്രവർത്തകർ നാം ചോദിച്ചപ്പോൾ അദ്ദേഹം പ്രതികരിക്കുന്നില്ല, ഒന്നും തന്നെ പറയാനില്ല എന്നാണ് കെ സുധാകരൻ പ്രതികരിച്ചത്. അതേസമയം തിരുവഞ്ചൂരാകട്ടെ താൻ ഏകദേശം 15 മിനിറ്റോളം ചർച്ച നടത്തിയെന്നും താൻ വളരെ സംതൃപ്തനാണെന്നും വളരെ തൃപ്തികരമായ നിലപാട് എന്തായാലും അല്ലെങ്കിൽ ഒരു തൃപ്തിപരമായ ഒരു മറുപടി രാഹുലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ PC വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ അടക്കമുള്ളവരാണ് ഇനി രാഹുലുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. എന്തായാലും അധികം വൈകാതെ നാളെയോടെ കേരളത്തിലെ മുഖ്യമന്ത്രി ആരാകും എന്നതിന് വ്യക്തമായ ഒരു അറിയിപ്പ് അല്ലെങ്കിൽ വ്യക്തമായ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം വാർത്താക്കുറിപ്പിലായിരിക്കും സ്വാഭാവികമായിട്ടും ഇത് സംബന്ധിച്ചുള്ള ഒരു അറിയിപ്പ് ലഭിക്കുക. അതേസമയം ഇന്ന് നടന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് MM ഹസൻ്റെ ഒരു പ്രതികരണമാണ്. മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നടത്തിയിരിക്കുകയാണ്. അതായത് ഘടകകക്ഷികൾ മുഖ്യമന്ത്രി ആരാകണമെന്നതിൽ ഘടകകക്ഷികൾ അഭിപ്രായം പറയേണ്ട കാര്യമില്ല, അത് കോൺഗ്രസ് തന്നെ തീരുമാനിക്കാൻ അറിയാമെന്നൊരു നിലപാട് അല്ലെങ്കിൽ എന്നൊരു വിവാദ പരാമർശം നടത്തിയിരുന്നു. അത് സ്വാഭാവികമായിട്ട് മുസ്ലിം ലീഗിനെ ചൊടിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകമാണ് രാഹുൽ ഗാന്ധി മുൻ അധ്യക്ഷന്മാരെയും അതോടൊപ്പം തന്നെ വർക്കിംഗ് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. VM സുധീരൻ, KPCCയുടെ മുൻ അധ്യക്ഷനായ VM സുധീരൻ ഏകദേശം 2:30 ഈ ഡൽഹിയിലെ വിമാനത്താവളത്തിലെത്തും. അതിനുശേഷം അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തും. എന്തായാലും ഇന്ന് എല്ലാ നേതാക്കളുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം നാളെയോടെ ഇതിന് അന്തിമ തീരുമാനം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ ദിലീപ്, സോണിയയുടെ വസതിക്ക് മുന്നിൽ നിന്നും ദിലീപാണ് വിശദാംശങ്ങളുമായി ചേർത്തത്. വലിയ നാടകീയ രംഗങ്ങൾ അവിടെ നടക്കുന്നു. KPCCയുടെ മുൻ അധ്യക്ഷന്മാരെയും അതോടൊപ്പം തന്നെ 3 വർക്കിംഗ് പ്രസിഡന്റുമാരെയും ഡൽഹിക്ക് വിളിപ്പിച്ചിരുന്നു. ഈ നേതാക്കളെല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യോഗത്തിൻ്റെ ഭാഗമാകുകയാണ്. ഇന്നും ഒരുപക്ഷെ തീരുമാനമുണ്ടാകാനുള്ള സാധ്യതയില്ല. അടുത്ത ദിവസത്തേക്ക് ഈ തീരുമാനങ്ങൾ നീണ്ടുപോയേക്കാം. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഈ വിഷയത്തിൽ അന്തിമമായ തീരുമാനം കൈക്കൊള്ളുമെന്ന് വേണം മനസ്സിലാക്കാൻ. ദിലീപ് കുറ്റിച്ചലാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.